ഇനി നീട്ടിക്കൊണ്ട് പോകുന്ന പ്രശ്നമില്ല. ഇന്ന് തന്നെ ചെയർമാനെ കണ്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. MD രാജശേഖരൻ സാറിന്റെ ദുർമരണം നടന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല. ഈ സാഹചര്യത്തിൽ 1 വർഷത്തോളമായി നമ്മുടെ ഡിമാൻഡ്സ് അവതരിപ്പിച്ചിട്ട് ഇനിയിപ്പോ ഈ കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയാലോ? അത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്ന് തന്നെ സമരം തുടങ്ങിയേ പറ്റൂ. അത്ര വാശി പിടിക്കണ്ട, ഇന്ന് തന്നെ വേണോ? വാശിയല്ല, ഇന്ന് തന്നെ സമരം തുടങ്ങാം. പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. പോലീസ് വരുമ്പോ വരട്ടടോ, എന്നെ ഒരുത്തൻ ഒരു ചുക്കും ചെയ്യില്ല. എന്താ സാറ് ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു? ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഇപ്പൊ ഉടനെ എടുക്കണമെന്ന് വെച്ചാ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. സാറിന്റെ വിഷമം മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? ഞങ്ങളുടെ നീറുന്ന വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വേണ്ടെന്നാണോ? കാണണം. പക്ഷേ നമ്മുടെ MD രാജശേഖരന്റെ ആത്മഹത്യ നടന്നിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. ഇനി ഒരു പുതിയ മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്ത് അടുത്ത ബോർഡ് മീറ്റിംഗ് വെക്കുമ്പോ നമുക്കതെ കുറിച്ച് ആലോചിക്കാം. അവകാശ പത്രിക സമർപ്പിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. ഇനി ഒരു പുതിയ MD ഉണ്ടാക്കി നിങ്ങൾക്ക് തോന്നുമ്പോ ബോർഡ് മീറ്റിംഗ് വെച്ച് എന്നെങ്കിലും ഞങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാം എന്നാണെങ്കിലേ സാറേ, ഞങ്ങൾ നിങ്ങളുടെ കാവൽ നായ്ക്കളൊന്നുമല്ല. അയ്യോ, ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതായാലും നേതാവേ, അല്പം കൂടെ നിക്ഷേപിച്ചേ പറ്റൂ. പറ്റില്ല. രണ്ടിലൊന്ന് ഉടനെ അറിയണം. നാളെ തന്നെ ഞങ്ങളുടെ ഡിമാൻഡ്സ് സെറ്റിൽ ചെയ്യണം. അതിനുള്ള ഉറപ്പ് ഇപ്പൊ കിട്ടണം. അത് നടക്കാത്ത കാര്യം. നടന്നില്ലെങ്കിൽ സംഗതി കുഴയും. എന്താ ഖരാവോ ചെയ്യും? ഖരാവോയും കട്ടാവോയും ഒരുപക്ഷെ സാറിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായെന്നിരിക്കും. നീ ബാറ്റ് ചെയ്തോ, ഡാഡി പോലിട്ട് റെഡി. ഫോറടിച്ചല്ലോ. മോനിപ്പോ ഔട്ടാവും, നോക്കിയോ. പോലെടുത്തിട്ടോ. ഹലോ, വരണം പ്ലീസ് കം. കമ്മീഷണർ സാറ് ഇന്ന് ലീവിലായിരിക്കും. ഇന്ന് മോന്റെ സ്കൂൾ ഡേ ആയിരുന്നു. ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മോൻ ചെല്ലു. ഹൗ ആർ യു? മോൾ ഇവിടെ ഉണ്ടോ? ആര്? ഷീബേ? അതെ. അവള് ടൂറ് പോയിട്ട് മാസം 1 കഴിഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നിരുന്നു. എന്താ പ്രശ്നം? അത് പറയാനാ വന്നത്. തൊഴിലാളി പ്രശ്നം. ഇന്ന് ഖരാവോ വരെ എത്തി. പിന്നെ നിങ്ങളുടെ പോലീസ് വന്നിട്ട് ആ കാര്യം ഒതുക്കിയത്. രാജശേഖരന്റെ ആത്മഹത്യക്ക് ശേഷം മില്ലിലും ഓഫീസിലും ഉണ്ടായ കുഴപ്പങ്ങളൊക്കെ ഒതുക്കുന്ന തിരക്കിലായിരുന്നു. ഇതാ കിടക്കുന്നു. മിസ്റ്റർ രാജശേഖരനെ കുറിച്ച് ചില പേഴ്സണൽ വിവരങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ? ആത്മഹത്യയുടെ തലേദിവസം മിസ്റ്റർ രാജശേഖരൻ നിങ്ങളുടെ വീട്ടിൽ വന്നുവെന്നും നിങ്ങൾ തമ്മിൽ മില്ലിലെ പണമിടപാടുകളെ കുറിച്ച് ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടിൽ കണ്ടു. ആക്ച്വലി എന്താ സംഭവിച്ചത്? പുതിയ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണോ? ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയാൽ തന്നെ എനിക്ക് പ്രശ്നമില്ല. നടന്നതാ. ജോയിന്റ് അക്കൗണ്ടിൽ എന്റെ കള്ളവൊപ്പിട്ടത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടാണോ താൻ കാണുന്നത്? ഈ കമ്പനിയുടെ വളർച്ച ഇതുവരെ എന്നോടൊപ്പം നിന്നിരുന്ന നിങ്ങളോട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വിട്ടുവീഴ്ച 3 ദിവസത്തെ അവധി. 3 ദിവസത്തിനകം മറിച്ച തുക മുഴുവൻ തിരിച്ചടച്ചില്ലെങ്കിൽ രാജശേഖര തന്നെ ഞാൻ അകത്താക്കും. ഒന്നും പറയണ്ട. പോ. കള്ള കഴിവേറി മോൻ ഇങ്ങനൊരു പോക്ക് പോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ രാജ്കുമാറെ, പോലീസ് കംപ്ലൈന്റ് ചെയ്യണമെന്ന് സത്യത്തിൽ അന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അവൻ ചെയ്ത തെറ്റിന് ഒന്ന് വരിട്ടാമെന്ന് കരുതി. അല്ലാതെ ഞങ്ങളുടെ ഇന്നേ വരെയുള്ള റിലേഷൻഷിപ്പ് വെച്ച് നോക്കിയാ ഈ 30-40 ലക്ഷം അത്ര വലിയൊരു തുകയൊന്നും അല്ലടോ. ഞാനിപ്പോ എന്തോ തെറ്റ് ചെയ്ത പോലൊരു തോന്നൽ. ഏതായാലും അടുത്ത ബോർഡ് മീറ്റിംഗിൽ രാജശേഖരന്റെ മകൻ മഹേഷിനെ MD ആക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി.
ഇവിടെ സ്മോൾ വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ടെന്നേ, ഒരു ഭാഗത്ത് വാ. മൈ ഫാമിലി, യു നോ ഡോളി, മൈ ഫാമിലി. ഹിൽ സ്റ്റേഷനിലാണോ? അല്ല, മലയ്ക്കടിയിൽ വേല ചെയ്യുന്ന ഫാമിലി, മിലിറ്ററി. ഡിഷിം ഡിഷിം. എന്റെ അപ്പൂപ്പൻ, മൈ ഗ്രാൻഡ് ഫാദർ കേണലായിരുന്നു. മൈ ഗോഡ് ഫാദർ, എന്നിട്ടില്ലാണോ? മൈ ഡാഡി മേജർ ആയിരുന്നു. വാച്ച്മാൻ, വാച്ച്മാൻ, എവിടെ പോയി കിടക്കേ കഴിയണം? അവന്റെ ഒരു സൊള്ളല്. നിനക്ക് എന്താണ് പണി? പുറത്ത് ഹോർൺ അടിക്കുമ്പോ അകത്തന്നെ കേൾക്കാൻ പാടില്ലേ? ഞാൻ വെള്ളം മാത്രം പനി. ആ പാനി ഈ കണക്കിന് നിനക്ക് പനി പിടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോടാ. അപ്പോ ആ പോയ കോഴിയൊക്കെ പിടിച്ചോണ്ടോ. മൈ ചിക്കൻ. ഓടാ പറഞ്ഞു. ക്രൂസിന്റെ എത്ര ലേറ്റ് ആയത്? ഓ ക്രൂസ് ഉള്ള തന്തോടെ പ്രായമുണ്ട് എനിക്ക്. നോ, യു റിംഗ്, യു സ്ട്രോങ്. നിന്ന് കൊഴയാതെ വെച്ച ഇതെല്ലായിടത്ത് അകത്തോട്ട് വാ. ഓക്കെ, ഒന്ന് വേഗം ഭർത്തിക്കേടി. വെയിറ്റ് മാൻ, 5 minutes, I am ready. അയ്യേ, ഇങ്ങനെയാണ് ചപ്പാത്തി വരുത്തുന്നത്. കൊള്ളാം. ഇങ്ങോട്ടാ. കല്ലേലൊട്ടാതെ വട്ടത്തില്, എന്നിട്ട് പതുക്കെ അടച്ചി. ഹലോ ഹലോ, ഞാൻ ക്രൂസാ മോളെ. ആ ഉണ്ട്, കൊടുക്കാം. ശിവമോള് കാശ്മീരിലാ. ഹലോ, കാശ്മീരിൽ നിന്നും ഡാർജിലിൽ നിന്നും ഒക്കെ നിന്റെ ഫോൺ വരുന്നല്ല, നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ മോളെ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിനോ? ഇസ് ഇറ്റ് ട്രൂ? ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. കോള് വരുന്നുണ്ടല്ലേ? ആ, കാലത്ത് 5 മണിക്ക് എയർപോർട്ടിൽ പോണം. കുടിച്ച് ബോധമില്ലാതെ അവിടെ എവിടെയും കിടക്കരുത്. ഹലോ ഹലോ. ക്രൂസേ, സന്ധ്യയായ വെള്ളമടി തന്നെ, വേറെ ഒരു പണിയുമില്ല.
வேடிக்கை பார்க்காம குடுறா. സ്ട്രോങ് ഓസി. அச்சா ഇവിടെ എത്രയാ? 2 രൂപ 10 പൈസ. மசன்னு நிக்காம சீக்கிரம் வேலை செய்யும். இந்த பாருமா, இப்போத்தது 10, முந்தினது 5, ஆக மொத்தம் 15. இந்த வாரம் தானே கொடுத்துருமா? சரி. വിഷ്ണു, 1 മാസം നേരത്തെ എന്നെ അവർ വിട്ടു. അവന്മാരെല്ലാം എവിടെ? എല്ലാ റൂമിൽ തന്നെ കാണും. 2-3 ദിവസമായിട്ട് ഒന്നിനും ഇങ്ങോട്ട് കാണുന്നില്ല. കടയിൽ പറ്റുകൂടിയപ്പോ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു. എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോയതാ. വിഷ്ണു ഇവിടെ ഇല്ലെങ്കിൽ അവന്മാരുടെ കാര്യം വലിയ കഷ്ടത്തിലാ. പറ്റെത്രയാ? 100-500 ഉണ്ട്. വിഷ്ണു, എന്താ നിനക്കൊന്നും ഇതുവരെ നേരം വെളുത്തില്ലേടാ? വിഷ്ണു ഭയങ്കര വിശപ്പ്. കഴിക്കാൻ വല്ലതും വാങ്ങിച്ചോണ്ട് വാ. ഒരു ഫുൾ ബോട്ടിൽ റാം. ഒന്ന് മതിയാ? കുളിക്കാൻ വെള്ളം ഉണ്ടോടാ? ഷിബ, നിന്റെ ഡാഡിയുടെ കൊലയാളി ആരായിരുന്നാലും ശരി, ഞാൻ അവനെ കണ്ടുപിടിക്കും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.
സംഭവമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സാർ. അപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഭീഷണി മുഴക്കിയതോ? ഭീഷണിയോ? ഞങ്ങളാരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഓഹോ. നാളെ തന്നെ ഞങ്ങളുടെ ഡിമാൻഡ് സെറ്റിൽ ചെയ്യണം. അതിനുള്ള ഉറപ്പ് കിട്ടണം. അത് നടക്കാത്ത കാര്യം. നടന്നില്ലെങ്കിൽ സംഗതി കുഴയും. എന്താ ഖരാവ് ചെയ്യും? ഖരാവോയും കട്ടാവോയും ഒരുപക്ഷെ സാറിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നിരിക്കും. ഇത് ഭീഷണിയല്ല, പ്രശംസയായിരിക്കും. അതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് സാർ. ഓഹോ. ആവേശം വന്നാൽ കൊല വരെ നടത്തും അല്ലേ? ഞങ്ങൾ ആരും കൊന്നിട്ടില്ല സാർ. നിന്നെയൊക്കെ എവിടെ വെച്ച് എങ്ങനെ പൂട്ടണമെന്ന് എനിക്കറിയാം. വയ്ക്കോ. പാതിരാവിൽ പൂങ്കിനാവിൽ വെണ്ടിലാവ് പോലുദിച്ച പെണ്ണെ തേൻതുളുമ്പും പൊൻവസന്ത മുത്തുമാറിലേന്തി വന്നതെന്ത് അതിരുമായും ഈ രാത്രിയിൽ കുളിരുകയും ഈ വേളയിൽ അതിരുമായും ഈ രാത്രിയിൽ കുളിരുകയും ഈ വേളയിൽ മദനലഹരിയോടെ മധുരപാന പാത്രമേന്തിയാടിവ പാതിരാവിൽ പൂങ്കിനാവിൽ വെണ്ടിലാവ് പോലുദിച്ച പെണ്ണെ തേൻതുളുമ്പു പൊൻവസന്ത മുത്തുമാറിലേന്തി വന്നതെന്ത് തണ്ടുലഞ്ഞ താമരക്കുറുന്നേ നിന്നെ മുത്തമിട്ടുണർത്തിടട്ടെ ഞങ്ങൾ മുത്തണിച്ചിലങ്കയിട്ട കാലിൽ മുല്ലമൊട്ട് പോലെ വീഴും ഇന്ന് ഞങ്ങൾ രാജരൂപിണി അനങ്കമോഹിനി കിളുന്നു മോഹതാളമാ തലോടുവാൻ വരൂ മദനലഹരിയോടെ മധുരപാന പാത്രമേന്തിയാടി പാതിരാവിൽ പൂങ്കിനാവിൽ വെണ്ടിലാവ് പോലുദിച്ച പെണ്ണെ തേൻതുളുമ്പും പൊൻവസന്തം മുത്തുമാറിലേന്തി വന്നതെന്ത്
നോക്കി മുന്നിൽ വന്ന പൊന്നെ, നിന്റെ ചക്കരക്കുടത്തിൽ ഞങ്ങൾ വീണു. മത്തുകൊണ്ട് നൃത്തമിട്ട് പാടും ഞങ്ങൾ ചെത്തുപിള്ളേരൊത്തു ചേർന്ന് കൂടാം. മനോഹരി വരൂ, വിമോഹിനി വരൂ, വിനോദ താളമാടുവാ വികാരവീതിയിൽ മദന ലഹരിയോടെ മധുര പാനപാത്രമേന്ത് അടിവാ. പാതിരാവിൽ പൂങ്കിനാവിൽ വെണ്ടിനാവ് പോലുദിച്ച പെണ്ണേ, തേന്തുളുമ്പും പൊൻവസന്തം മുത്തുമാരിലേന്തി വന്നതെന്ത്? അതിരുമായും ഈ രാത്രിയിൽ കുളിര് പെയ്യും ഈ വേളയിൽ, അതിരുമായും ഈ രാത്രിയിൽ കുളിര് പെയ്യും ഈ വേളയിൽ മദന ലഹരിയോടെ മധുര പാനപാത്രമേന്ത് അടിവാ. നീ ഏതാടി? ചോദിച്ചു കേട്ടില്ലേ? ഈ കത്തിയൊന്ന് മാറ്റി. എടാ കത്തി മാറ്റാൻ. ഇത് നല്ല കൂത്ത്. ആ റൗഡികളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോ പടി പിടിച്ച് പന്തളത്തി എന്ന കഥയായി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അല്ല, നമ്മളാരാണാവോ? പ്രിയ, ഹോട്ടൽ പീക്കോക്കിലെ ഡാൻസറാ. അവിടുത്തെ മാനേജർ എന്നെ ചെയ്ത ഒരു പണച്ചാക്കിന് വിൽക്കാൻ ശ്രമിച്ചു. കഴിവതും പിടിച്ചു നിന്നു. പറ്റാതെ വന്നപ്പോ ഓടി രക്ഷപ്പെട്ടതാ. ഓ, അതാണോ കാര്യം? എങ്ങോട്ടാണാവോ? അവന്മാർ അവിടെ എവിടെയെങ്കിലും കാത്തു വെക്കുന്നുണ്ടാവും. ഞങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വന്ന് ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഇന്ന് രാത്രി ഇവിടെ തങ്ങുന്നതാ നല്ലത്. നാളെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ഇങ്ങോട്ട് കയറിക്കോളൂ. ഇത് മാറ്റാൻ പറ്റും, തൊടുത്തു കൊടുക്കും. ഇവിടെ ഇതൊക്കെ ഉള്ളൂ. പേടിക്കണ്ട, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഷീബ മിൽസിന്റെ ചെയർമാൻ അല്ലേ? ആ, ഒരു വെൽവിഷറാ. മിസ്റ്റർ, നിങ്ങളാരാ? നാട് ചുറ്റി നടന്നിരുന്ന നിനക്ക് ഇവിടെ വന്ന് ആ ചെയർമാൻ കസേരയിൽ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? യു ബ്ലഡി. ചൂടാവാതെ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ ബുദ്ധി. അല്ലെങ്കിൽ നിന്റെ തന്തയുടെ ഗതി തന്നെയായിരിക്കും നിനക്കും. ഡോളി. മാഡം. ഡോളി, ക്രൂസ് വന്നോ? വന്നിട്ടില്ല. വാച്ച്മാന്റെ അടുത്ത് നായ അഴിച്ചു വിടാൻ പറയൂ. ഓക്കെ മാഡം. മിസ്റ്റർ ജഗന്നാഥനും ഇതുപോലുള്ള പല ഭീഷണികളും വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിയുടെ നേച്ചർ അറിയില്ലേ? അതൊന്നും കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ഞാനും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഭയപ്പെടുന്നവളല്ല. മിസ്റ്റർ മഹേഷ് ഹിയർ മാഡം. സെൻഡ് ചെയ്യും. ആ, വക്കീൽ സാർ ഇപ്പോ വന്നു. കുറച്ചേരമായി നമ്മുടെ ആ ലാൻഡ് പ്രോബ്ലത്തെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. അത് നമ്മൾ മുമ്പ് തീരുമാനിച്ച പോലെ കേസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. നോ, നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിച്ചിട്ട് മതി കേസിനൊക്കെ പോകുന്നത്. സിവിൽ കേസാണ്. വർഷങ്ങളോളം നീണ്ടുപോകും ഒരു വിധി വരാൻ. എനിക്കും തോന്നുന്നു അതാ നല്ലതെന്ന്. മഹേഷ്, ഇന്ന് തന്നെ അഡ്വക്കേറ്റുമായി പോയി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യൂ. ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വെരി ഗുഡ്. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. മഹേഷ്,
നിനക്ക് എന്നൊരു പെണ്ണുള്ളപ്പം എന്തിനാടാ ഈ പണി ഇവിടെ? കാണാൻ കൊള്ളാം. ഇന്ന് ഇവിടെ കിടന്നോ, നിനക്കുള്ള ശിക്ഷ ചെയ്താ. ഹലോ, സുഖമായി ഉറങ്ങുമായിരുന്നല്ലേ? തമ്പുരാട്ടി വെളിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയേ. വാട്ട്? See this. നീ രാത്രി എവിടെയായിരുന്നു? ഗേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. കിടന്നുറങ്ങി കാണും. ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് പോടോ. ഷിബ, throw him out. ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും ക്രൂസ് ഒന്നും അറിഞ്ഞില്ലേ? അതെങ്ങനെയാ? രാത്രിയായാൽ കുറെ കുടിക്കണം, ഉറങ്ങണം. ക്രൂസേ, താൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ ഇവിടെ കഴിയുന്നത്? തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് വന്നാൽ എനിക്ക് ആരെയും വിശ്വാസമില്ല. ഐ വാണ്ട് പ്രൊട്ടക്ഷൻ, പോലീസ് പ്രൊട്ടക്ഷൻ. പോലീസ് പ്രൊട്ടക്ഷൻ എത്ര നാൾ വയ്ക്കും? എന്റെ അഭിപ്രായത്തിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ആണ് നല്ലത്. എനിവേ, ലെറ്റ് മീ ഹാവ് എ ലുക്ക് അറൗണ്ട്. കം ഓൺ. അതോർക്കുമ്പോ എപ്പോഴും രോമാഞ്ചം ഉണ്ടാകുന്നു. നോക്കിക്കേ, അങ്ങനെ നോക്കണ്ട. രാത്രി കുറ്റാക്കൂരിട്ട്, എങ്ങും നിശബ്ദത. ഞാൻ ചുറ്റും കണ്ണോടിച്ച് ഗേറ്റിനടുത്ത് നിൽക്കുമ്പോ കിഴക്കേ വശത്തെ മതിലിന്റെ മുകളിൽ ഒരു തല. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഒരു കരിമാടൻ മതിലിന്റെ മുകളിലൂടെ നമ്മുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഒരു ഒറ്റ ചാട്ടം. എന്റെ ചങ്ക് കലങ്ങിപ്പോയി. ഇത് നോക്കിക്കേ. ചങ്ക അവിടെയല്ല, ഇവിടെയാ. ഓ, അവിടെയാണല്ലേ. പെട്ടെന്നവൻ ഒരു കത്തിയെടുത്തു. ആ ഇരുട്ടിലും കത്തി പളപളാന്ന് മിന്നി. എന്റെ കണ്ണ് ചിമ്മിപ്പോയി. ചിമ്മിയ കണ്ണ് ഞാൻ വീണ്ടും തുറന്നു. പകയൻ വലത് കാല് വെച്ച് പിന്നെ ഇടത് കാല് വെച്ച് പോർട്ടിക്കോയിലേക്ക് ഒരൊറ്റ നടത്തം. ഞാൻ വിടുവോ? ആ, പമ്മി പമ്മി പിന്നാലെ ഞാനും ചെന്നു. തൊട്ടരികിലെത്തി. പിടിച്ചില്ല. അപ്പോഴേക്ക് അവൻ കത്തി എന്റെ കഴുത്തിന് നേരെ ഒറ്റ വീശി. പട്ടി കഴിവറടാ മോനെ. നീ കാരണം രാവിലെ ഞാൻ എത്ര ചീത്ത കേട്ടെന്നറിയാവോടാ. ഞാൻ മിണ്ടിപ്പോരു മിണ്ടിയ നിന്റെ രോമാഞ്ചം ഇപ്പൊ ഇവിടെ വീഴും. പോയി കയറ്റി വെക്കടാ. ജോലി കഴി. താൻ എന്താ ഈ ചെയ്യുന്നത്? നല്ല വണ്ടി കണ്ടപ്പോ തോന്നി തുടയ്ക്കാൻ. എനിക്ക് കാശ് വേണ്ട. കുറച്ചു ദിവസമായി ചേച്ചിയെ നേരിട്ട് കാണാൻ ഞാൻ ശ്രമിക്കുക. അകത്തേക്ക് കയറ്റി വിട്ടാലല്ലേ കാണാൻ പറ്റൂ. എന്താ കാര്യം? ഞാനൊരു ഗ്രാജുവേറ്റാ. ചെറുപ്പം തൊട്ടേ പോലീസിൽ ചേരണമെന്ന് ആഗ്രഹിച്ചേ. കരാട്ടയും സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയി. നോ രക്ഷ. ഇനിയിപ്പോ എന്നാണാവോ അടുത്ത ഇന്റർവ്യൂ? ചേച്ചിയുടെ കമ്പനിയിലോ വീട്ടിലോ ഒരു പണി തന്ന രാത്രിയും പകലും ഞാൻ എന്തും ചെയ്യാം. തന്റെ പേരെന്താ? വിഷ്ണു. വണ്ടി കയറ്. താങ്ക് യു.
പഞ്ചറാ കീ. What do you want? This is the third and last warning. Hey! ആ ബോക്സ് എടുത്തോളൂ. ഓക്കെ മാഡം. ക്രൂസേ, മാഡം കീ. വിഷ്ണു തന്നെ വെച്ചോളൂ. ക്രൂസ്, ഇത് വിഷ്ണു. ഇനി എന്റെ കാര്യങ്ങൾ ഇയാൾ നോക്കിക്കോളും. വേണ്ടത് ചെയ്തു കൊടുക്കണം. ഓക്കെ? ഓ ആരാ ക്രൂസ്? എടീ മാഡത്തിന്റെ പുതിയ അപ്പോയിന്റ്മെന്റ്. ഒരു ചായ കിട്ടുമോ? ആ, ഒരു ചായ കൊടുക്ക്. ഇത് വാങ്ങിക്കതാ. Come on. Come on, yeah. അവനേതാ? അവനേതാന്ന്? എന്റെ പേര് വിഷ്ണു. Sweet name. ഇന്ന് മാഡത്തിനെ അവിടെ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചപ്പോ തന്നു Eh? ജോലി. Oh. ഓ, അങ്ങനെയാണല്ലേ. ഏതായാലും സൂക്ഷിച്ച കൊള്ളാം. എനിക്കവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടാ പിന്നെ വിടില്ല. അതാ മേഡത്തിന്റെ സ്വഭാവം. പഞ്ചാര മതിയോ? ആ, പോരാ, പാത്രത്തോടെ കൂടെ കൊടു. പൊടി. സ്മാർട്ട് കൈ. എടാ, ഛീ. പോ ഇവിടുന്ന്. അവിടെ ഒരു പഞ്ചാര വിതരണം. മാഡത്തിന്റെ എല്ലാ കാര്യവും നോക്കാൻ വന്നതല്ലേ? വാ, പറയാ.
അച്ഛാ? ആ ഈയിടെയായ ഒരു കണ്ടംപൂച്ച അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അതിന്റെ കഴുത്ത് വെട്ടും. വേദനിച്ചോ? താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. You called me? Yes. See this. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സേ ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് നവംബർ 10 ലക്ഷം രൂപ നിങ്ങൾ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. Am I right? അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നില്ലല്ലോ. അത് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ആണ്. വാട്ട്? ഈ 2-3 മാസത്തിനുള്ളിൽ ഇത്രയും വലിയ തുകയോ? ഡൽഹിയിൽ ഒരു മേജർ ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ പോയപ്പോ കൊടുത്ത അണ്ടർ ടേബിൾ മണിയാണ്. അണ്ടർ ടേബിൾ മണി 2 or 3 lakhs. Okay. What about the balance? മാഡം അത് സസ്പെൻസ് അക്കൗണ്ട് അല്ലേ? ബാലൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജഗന്നാഥൻ അങ്കിളിനെ ഏൽപ്പിച്ചിരുന്നു. So that's it. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് ഷീബിയോട് പേഴ്സണലായി. Personal? യെസ്. എങ്കിൽ വീട്ടിലേക്ക് വരൂ. ഓക്കെ. ഹലോ. ഹലോ മഹേഷ്. Sit down. ഇറ്റ്സ് ഓക്കെ, ഐ എം കംഫർട്ടബിൾ. It's all right. Sit down. താങ്ക് യു. Now, tell me. സ്ട്രിക്ട്ലി പേഴ്സണലാണ്. ഷീബ, നമ്മൾ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. നമ്മുടെ കാര്യം പറയാൻ ഇപ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. പാരൻസിന്റെ മരണത്തിന് ശേഷം നമുക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആഗ്രഹം നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്നായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഐ വോണ്ട് ടു മാരി യു. മഹേഷ്, വിവാഹത്തെപ്പറ്റി എനിക്ക് എന്റേതായ ചില ധാരണകളൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് കുട്ടിയും തൊട്ടിലുമായി ഒതുങ്ങിക്കഴിയുന്ന ഒരു വീട്ടമ്മയാവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതൊക്കെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞ് കുറച്ചുകൂടി ലോകപരിചയവും അറിവും അനുഭവങ്ങളും ഒക്കെ ആയതിനു ശേഷം ആകാമെന്ന് കരുതി. എത്രയോ നല്ല പ്രപ്പോസൽസ് വന്നപ്പോഴും ഞാൻ ഡാഡിയോടും ഇതൊക്കെ തന്നെയാ പറഞ്ഞിരുന്നത്. ഇപ്പോ മഹേഷിനോടും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ? അത് മഹേഷിന്റെ ഇഷ്ടം. ബൈ. Thank you. ഇനി എന്താണാവോ ചെയ്യേണ്ടത്? നിന്റെ കാലം ഇതുപോലെ മാഡം ഒന്നും പറയണമെന്നില്ല. മനസ്സിലായി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
എന്താ റൂസേ, താൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ ഇവിടെ കഴിയുന്നത്. തനിക്കൊരു ഉത്തരവാദിത്വമില്ലെന്ന് വന്നാൽ എനിക്ക് ആരെയും വിശ്വാസമില്ല. ഐ വാണ്ട് പ്രൊട്ടക്ഷൻ, പോലീസ് പ്രൊട്ടക്ഷൻ. ഇവിടുത്തെ കണ്ടംപൂച്ചല്ലടാ. എടാ എരപ്പാളി, ഈ ചാച്ചന്റെ അടുത്താണോടാ നിന്റെ അടവ്? നിന്നെ ഞാൻ ഇവരെ ഞാനിന്ന് കൊല്ലും. ചാച്ചാ വിട്, വിടാൻ. വിഷ്ണു, നിനക്കറിയില്ല, ഇവളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് വളർത്തുന്നത്. ചാച്ച, കാര്യം എല്ലാവർക്കും അറിയാം. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ കാലത്തെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകരുത് ചാച്ച. അതിന് നല്ലൊരു ആലോചന നോക്കിക്കൊണ്ടിരിക്കല്ലേ ഞാൻ. ഇനി ഇപ്പോ വേറെ ആലോചന എതുക്ക്? ഇവനേക്കാൾ നല്ല മാപ്പിള വേറെ എങ്ക കിടക്കോ? ഈവനാ, ഈ വായ നോക്കിക്കോ. ദേ ഇവളെ ഞാൻ കല്ല് കെട്ടി കടലിൽ താഴ്ത്തിയാലും ഈ ചെറ്റ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല. വേഗം കെട്ടിച്ചായച്ചില്ലെങ്കിലേ 2-3 മാസം ചാച്ച ശരിക്കും ഒരു ചാച്ചയാവും. മനസ്സിലായില്ലേ അപ്പൂപ്പ? ஏய்யா பையனுக்கும் பொண்ணுக்கும் பிடிச்சிருந்தா 3 முடிச்சு போட வேண்டியதானே? അത് തന്നെ. നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ നാളെ മുതൽ വായ നോക്കി നടക്കാതെ വന്ന് കട നോക്കി നടത്താൻ പറ്റുമോ? സുരേഷ എങ്ങോട്ട് നോക്കി മനസ്സിലായില്ല അല്ലേ? ചായ അടിക്കാൻ പഠിച്ചോ കേട്ടോ. വിഷ്ണു, ഇത് വെച്ചോളൂ, ആവശ്യം വരും. അയ്യോ, എനിക്ക് വെടിവെക്കാൻ അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. കം. ഇതുപോലെ പിടിക്കണം.
എന്താ അവിടെ? പേടിക്കണ്ട, വിഷ്ണുവിനെ മേഡം വെടിവെക്കാൻ പഠിപ്പിക്കുക. ഓ, അപ്പൊ അവൻ ഇതുവരെ വെടിവെക്കാൻ അറിയില്ലല്ലേ? എല്ലാവർക്കും ക്രൂസിനെ പോലെ വെടിവെക്കാൻ പറ്റുമോ? വിഷ്ണുവിന് അറിയില്ലെങ്കിൽ മേഡം പഠിപ്പിക്കും. ഷൂട്ട്. അയ്യേ, എല്ലാം പുറത്തടിച്ച് കളഞ്ഞല്ലോ. ഐ വിൽ ഷോ യു. കം ഓൺ. അങ്ങനെ ആ ശരിക്ക് പിടിച്ച് നോക്കി ഷൂട്ട്. ശരിയായില്ല, ഞാൻ കാണിച്ചു തരാം. മാഡം പിടിച്ചപ്പോ കറക്റ്റായി കൊണ്ടല്ലോ. ഓക്കെ, വൺ മോർ ടൈം. മാഡം ലോഡ് ചെയ്താ, ഞാൻ തന്നെ അടിച്ചോളാം. ഓക്കെ. ഇതാ. വൗ, വാ. കൊച്ചു കള്ള, സകല കളികളും അറിയാല്ലേ? ഷീബയുണ്ടോ? ഉണ്ട്. മേഡം, കമ്മീഷണർ സാർ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ ഷീബ. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ആ കൊലയാളിയെ പിടിക്കാനുള്ള ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിവേ, ഡിപ്പാർട്ട്മെന്റിൽ തരേണ്ട എല്ലാവിധ പ്രൊട്ടക്ഷൻസും ഞങ്ങൾ തരാം. ബട്ട് യു ഹാവ് ടു ബി വെരി വെരി അലേർട്ട്. ഓക്കെ? ശരി. അപ്പൊ ഞാൻ പറയട്ടെ. ഷീബ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്താണ് സർ? ഷീബയുടെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അത്ര നല്ലതല്ല. ഐ മീൻ, യു ഷുഡ് ഗെറ്റ് മാരിഡ്. ഷീബ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണം. അതെ സാറേ, ഞങ്ങളെല്ലാം പറഞ്ഞു മടുത്തു. ഇത്രയും പ്രായമായി, ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കൂ എന്ന പിടിവാശിയ. ലോക് ഷീബ, ഒരു സ്ത്രീക്ക് എന്നായാലും ഒരു ആൺതുണ വേണം. ഫാമിലി ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇറ്റ്സ് ഓൾ അപ് ടു യു. അപ്പൊ ഞാൻ വരട്ടെ ക്രൂസ്. ഓ, ഡൽഹിയിൽ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ ഫെയർ തുടങ്ങുന്നത് നാളെയല്ലേ? കുറെ പുതിയ ഓർഡറുകൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈവനിങ് ഫ്ലൈറ്റിന് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ഇറ്റ്. ഇപ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ടിക്കറ്റ് റീബുക്ക് ചെയ്ത് വീട്ടിലെത്തിക്കണം. വിഷ്ണു. യെസ് മാഡം. ആ, ഞാനിന്ന് ഈവനിങ് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നു. 3 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ഞാനൊന്ന് എന്റെ വീട് വരെ. പൊയ്ക്കോളൂ. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഓ. ആ, നിൽക്കൂ. വീട്ടിലേക്ക് പോവല്ലേ? ഇത് വെച്ചോളൂ. താങ്ക് യു മാഡം. ഇണ്ടായാ പറ്റിൽ എഴുതിക്കോ. எழுதிக்கோன்னு சொல்றியே. ஆமா, நான் தெரியாம தான் கேக்குறேன். உனக்கு கிடைக்கிற பணம் எல்லாம் எந்த உண்டியில போடுற? അലു. അലമേലു. അലമേലു. എന്റെ മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഉള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഈ കടയും ആ കടയും എല്ലാം നിനക്കുള്ളതാ. പോയാ എന്തേ? ഒരു ചായ കാണും. തരാം. വന്നു അപ്പോഴേക്കും ഒരു ശീഘ്രം. അങ്ങനെയാണോ? അതെ മീനെ, എന്റെ ജീവിതത്തില് സ്നേഹം എന്തെന്നറിഞ്ഞത് ഈ കവലയിൽ വന്നതിന് ശേഷമാ. ജീവിതം വഴിമുട്ടിയപ്പോഴാ വിഷ്ണുവിനെയും നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയത്. ആട്ടെ, പ്രിയക്ക് അവരിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? എനിക്കെല്ലാവരും ഇഷ്ടമാ. ഇഷ്ടമൊക്കെ കൊള്ളാം. സുരേഷ് ഏട്ടനെ മാത്രം വിട്ടോട്ടോ.
ആ നീ പേടിക്കണ്ട, എന്റെ ആള് വേറെയാ. അതാരാ? അതിപ്പോ മറ്റേ ആളിന്റെ മനസ്സറിയാതെ ഞാൻ എങ്ങനെ പറയും? ദേ വിഷ്ണുവേട്ടൻ വരുന്നു, ഞാൻ പോട്ടെ. എന്തേത്? തുറന്നു നോക്കൂ. ഞാനെങ്ങനെ ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, എന്റെ മനസ്സറിഞ്ഞതുപോലെ. ദേ, വളച്ചു കിട്ടാൻ എനിക്കറിയില്ല. എനിക്കിതിനെ ഇഷ്ടം. എനിക്കും. കണ്ടു ഞാനേതൻ തോട്ടം കണ്ടു മദനോത്സവതാളങ്ങൾ നിന്നഴകായി പുളയുമ്പോ ഏഴാം സ്വർഗം കണ്ടു ഞാനേതൻ തോട്ടം കണ്ടു സാഗരം നിന്നീലനയനങ്ങൾ മാതകം ഈരാവിൽ നിൻ രൂപലാവണ്യം സാഗരം പ്രതിസാഗരം നിന്നീലനയനങ്ങൾ മാതകം ഈരാവിൽ നിൻ ഗോവാംഗങ്ങൾ തെളിയും തേന്മഴ പൊഴിയുമ്പോൾ താമരയിതളാമേ കുളിരും നഗ്നത മറയ്ക്കുമ്പോൾ ഏഴാം സ്വർഗം കണ്ടു ഞാനേതൻ തോട്ടം കണ്ടു
മാലയ മാറുവാനണയൂ ചുംബനലഹരിയുമായി പടരാൻ പൗരുഷമുണരുമ്പോ നാഗകന്യകയായി ഇന്നെൻ സിരകളിലിഴയൂ നീ. ഏഴാം സ്വർഗം കണ്ടു ഞാനീതൻ തോട്ടം കണ്ടു മദനോത്സവതാളങ്ങൾ നിന്നഴകായി തുളയുമ്പോ Ready? Yes. 1, 2, 3. ബഹളം വെക്കാതെ ഒന്ന് വേഗം കഴിച്ചിട്ട് പോവാൻ നോക്ക്. ആ ക്രൂസ് അങ്ങനപ്പോ കയറി വന്നാ അത് മതി ബഹളം ഉണ്ടാക്കാൻ. ക്രൂസ് വന്നാലെന്താ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ മീനോടെ കാത്തിരിക്കും. വാ നമുക്ക് പോവാം. ഈ നാറ്റം വെച്ചാൽ അങ്ങോട്ട് ചെല്ല്. നിന്റെ കിടപ്പ് പുറത്താ, അതിന് ഞാൻ ഗ്യാരണ്ടി. വേഗം കഴിക്കണേ. ഞാനൊരാളെ മനസ്സിൽ വിചാരിച്ച അങ്ങേരുടെ കല്യാണം ഉടനെ നടക്കും. പക്ഷേ വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കും. എങ്കിലെന്നെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. ഏയ് യു ആർ എ ലക്കി ഗേൾ. ഞാൻ പോവാ. എന്റെ മീനെ കാത്തിരിക്കും. ഒന്ന് വാടേ. ഡാഡി ഞാൻ റെഡി. വന്നേ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ ഓക്കെ വരൂ. ഹായ്. ഡൽഹിന്ന് വരുന്ന വഴിയാ. ഐ സി. മോനെ ദാ. കോളടിച്ചല്ലോ മോനെ. ഷിബിരിക്കൂ. മോനെ ബോർഡിങ്ങിൽ ചേർക്കുന്ന കാര്യം എന്തായി? തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അമ്മയില്ലെങ്കിലും ഒരച്ഛന്റെ പരിചരണമെങ്കിലും ഈ പ്രായത്തിൽ ഇവൻ ആവശ്യമല്ലേ? അന്ന് എന്നെ ഉപദേശിച്ചല്ലോ ഒരു വിവാഹം കഴിക്കാൻ. സാറെന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? മോന് വേണ്ടിയെങ്കിലും. അയ്യോ വേണ്ട വേണ്ട. ഞാനായി എന്റെ മോനായി ജോലിയായി. ദാറ്റ്സ് ഇനഫ്. ഐ എം വെരി ഹാപ്പി ഷിബ. മോൻ വരുന്നോ ആന്റിയുടെ കൂടെ? ഇല്ല. ഓ ഞങ്ങള് ക്രിക്കറ്റ് മാച്ചിന് പോവാ. ഇന്ന് ക്രിക്കറ്റ് ഉണ്ടല്ലോ, അവന് നേരിട്ട് കാണണം. ഞാൻ ഇറങ്ങട്ടെ. ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ മാറിയതുകൊണ്ട് ടാക്സിയിലാ വന്നത്. ഷീബ എയർപോർട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നത് ശരിയായില്ല. ഫോൺ ചെയ്ത് കാർ വരുത്തിയിട്ട് വന്നാ പോരായിരുന്നോ? ശരി വരും, ഞാൻ കൊണ്ടുവിടാം. ഐ എം സോറി. ഐ ഡിഡ്ന്റ് ആസ്ക് യു എ കപ്പ് ഓഫ് കോഫി ഓർ ടീ. ഇറ്റ്സ് ഓക്കേ. ഓക്കേ വരൂ. വന്നോ? മേഡം വന്നിട്ട് ഒത്തിരി നേരായി. വന്നപ്പോ മുതൽ അന്വേഷിക്കുകയായിരുന്നു. എവിടെയായിരുന്നു? ഞാനിന്ന് വരുമെന്നറിയില്ലേ? ഡിന്നറൊന്നും തയ്യാറായിട്ടില്ലല്ലോ. എനിക്ക് കുറച്ച് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ടാകാമെന്ന് കരുതി. എന്താ കാര്യം? എനിക്കൊരു കാര്യം അറിയണം. കണ്ട അലവലാദികൾ കയറി തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ലേ വീട്. ഇന്നലെ അവിടെ നടന്ന എന്താണെന്ന് അറിയാമോ? അവൻ ആ വിട്ടു അവന്റെ കുറെ ചെറ്റ കവല കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്ന് ഇവിടുത്തെ ഡൈനിങ് റൂമിൽ കല്യാണ പാർട്ടി ആഘോഷിക്കായിരുന്നു. പാട്ടും കൂത്തും ഡാൻസും ഒക്കെ. ഈ വീടിന്റെ പാരമ്പര്യം എന്താ, അന്തസ് എന്താ മോളെ? തലമുറകളായിട്ട് അന്തസ്സും പാരമ്പര്യവും ഉള്ളവർ മാത്രമേ ഈ വീടിന്റെ ഡൈനിങ് റൂമിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ക്രൂസ് വെച്ച് വിളമ്പിയിട്ടുള്ളൂ.
ഇത്രയും കാലം ഞാനത് കാത്തു സൂക്ഷിച്ചു. ഇപ്പൊ എല്ലാം നശിച്ചു. ഇനി എനിക്കത് പറ്റില്ല. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. ഒരു കല്യാണ പാർട്ടി കൊടുത്തതിനാണോ ക്രൂസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? വിഷ്ണുവിനെ വാൺ ചെയ്ത പോരെ? പോരാ, രണ്ടിലൊന്നും എനിക്കിപ്പോ അറിയണം. ക്രൂസ് പോകൂ, നമുക്കിതിനെപ്പറ്റി നാളെ സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പോ അറിയണം. നിങ്ങൾക്ക് എന്തറിയണം? 30 വർഷത്തെ പാരമ്പര്യം പറഞ്ഞിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കിയത്? എന്റെ ഡാഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വിഷ്ണു ഉള്ളത് കൊണ്ടാ ഞാനിപ്പം മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. അതും കൂടി ഇല്ലാതാക്കാനാണോ ഭാവം? ആരെ എപ്പോ എങ്ങനെ പറഞ്ഞു വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ക്രൂസിന് ഇഷ്ടമില്ലെങ്കിൽ ക്രൂസിന് പോവാം.
യെസ് കമിൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്രൂസ് പോവാ. ക്രൂസ് പോവാ? ക്രൂസിന് പോണം. വെള്ളം അടിച്ചു പറഞ്ഞാലും ക്രൂസ് പറഞ്ഞതാ. വളരെ വിഷമത്തോടെയാണ് ക്രൂസ് പോകുന്നത്. ഒന്നോർക്കണം, നിന്നെ സൂക്ഷിക്കാൻ നിനക്ക് നീ മാത്രമേ ഉള്ളൂ. ഗുഡ് ബൈ. ഹലോ, ഈ തടിയൊന്ന് മാറ്റിക്കേ, എനിക്ക് പോണം. ഇല്ലെങ്കിലോ? എനിക്ക് മാറ്റേണ്ടതായിട്ട് വരും. മാറ്റിക്കോ.
മിസ് ഷീബ, ഇത് ഒരു വാണിംഗ് കൂടി, ദ ലാസ്റ്റ് വൺ. ക്രൂസ് തട്ടിപ്പോയി കേട്ടോ. What? മേഡം, ഈ പ്രതിയെ റിലീസ് ചെയ്തിട്ട് എത്ര നാളായി? ഒരു 3 മാസമായി കാണും സാർ. അപ്പോ ഞാൻ വരട്ടെ. നാളെ ഏതായാലും ഓഫീസിലേക്ക് വരില്ലല്ലോ. 2-3 ദിവസത്തേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ക്രൂസിന്റെ മരണത്തിൽ ഞാൻ ആകെ അപ്സെറ്റ് ആണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഉടൻ ഫോൺ ചെയ്യാം. സീ യു. ഇനി എന്നെ ഒന്ന് എടുക്ക. അവിടെ കുറച്ചുകൂടി ചിരിച്ചേ. സ്മൈൽ. ഹലോ. നോ, മാഡം ഇസ് നോട്ട് അവൈലബിൾ. റെസ്റ്റ് എടുക്കുകയാണ്. അത്യാവശ്യമാണോ? ഹോൾഡ് ഓൺ പ്ലീസ്. മാഡം, അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ സാറിന്റെ ഫോണാണ്. എന്തോ അത്യാവശ്യമാണത്രേ. ഗുഡ് ഈവനിങ്. ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്കണം. ഒരു നല്ല ന്യൂസ് പറയാമെന്ന് കരുതി. ലീഗൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ പാർട്ടി നമ്മുടെ ഡിമാൻഡ്സ് എഗ്രി ചെയ്തു. കേസ് കോംപ്രമൈസ് ആയി. വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. അപ്പോ മറ്റന്നാ ഓഫീസിൽ വെച്ച് കാണാം. ഓക്കെ. ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താ? ഞാനിന്ന് കാലത്ത് അവിടുന്ന് വന്നപ്പോ പുറത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. ഐ തിങ്ക് ഹിസ് നെയിം ഇസ് വിഷ്ണു. ഓ, വിഷ്ണുവോ? ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് അയാളെ ഇവിടെ വച്ചത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പലതും അയാളാണ് നോക്കുന്നത്. സൂക്ഷിക്കണം, അവൻ ആള് പിശക. വാട്ട്? പല പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ. ഹീസ് എ ക്രിമിനൽ. ഒരു കേസ് എനിക്ക് തന്നെ നേരിട്ടറിയാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. എത്രയും വേഗം അയാളെ അവിടുന്ന് പറഞ്ഞു വിടണം. ടേക്ക് ദിസ് സീരിയസ്ലി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ വിഷ്ണു. അതെ, ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. ഇപ്പോ നമുക്ക് തമ്മിൽ ഒരു ചെറിയ ബിസിനസ്. എന്ത് ബിസിനസ്? നമ്മൾ രണ്ടും ഒരേ കളരി പയറ്റുന്നവരല്ലേ. എത്രയോ തവണ നീയും ജയിലിൽ പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. താൻ കാര്യം പറ. നിനക്ക് അവിടുന്ന് എന്ത് കിട്ടാനാ? 2 ലക്ഷം ഞാൻ തരാം. ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുമോ? കാര്യം പറയണോ? നിനക്ക് 2 ദിവസത്തേക്ക് അവിടുന്ന് ഒന്ന് മാറിത്തരാൻ പറ്റുമോ? വിഷ്ണു ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞാൽ മതി, ഞാൻ പിന്നീട് വിളിക്കാം.
ആരുടെ ഫോണാ വിഷ്ണു? അത് റോങ് നമ്പർ ആയിരുന്നു. മാഡം. ഡോളി, വാച്ച്മാൻ എവിടെ പോയി? സുഖമില്ലാത്ത കാരണം വിഷ്ണുവിനോട് ചോദിച്ചിട്ട് പോയി. നോൺസെൻസ്. So nice of you. Thank you. Help me. That's enough. Thank you. It's all right. മാഡം ഞാൻ You bloody! Get out! I say you! ഞാൻ Hey! What is this? വിസ്കി. എനിക്ക് പുറത്തു പോകണം. കാറ് സ്റ്റാർട്ടായില്ലല്ലേ? ആവൂല. ഡോളി,
ഡോളി. അവള് പോയി. ഓ, വാട്ട്? ഞാൻ പറഞ്ഞേച്ചു. സെൻട്രൽ സർവീസ് എനിക്കിനി ആവശ്യമില്ല. ഉം. ഗെറ്റ് ലോസ്റ്റ്. വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് തോന്നുമ്പോ വെക്കാനും തോന്നുമ്പോ കളയാനുള്ള ആളല്ല ഈ വിഷ്ണു. വിഷ്ണു ഇവിടെ വന്ന ജോലി തീർത്തിട്ടേ പോകും. ഔട്ട്. ഗെറ്റ് ഔട്ട്. Hello, Shiba Husina. I would like to speak to Assistant Commissioner, please. സാറ് പുറത്തു പോയിരിക്കുക. വളരെ സീരിയസ് മാറ്റർ ആണ്. വന്നാലുടൻ എന്നെ വിളിക്കാൻ പറയണം. താങ്ക് യു. എന്താ ശിവ ഇത്? സോറി. ഞാൻ ആ ബ്ലഡി റാസ്കലാണെന്നാ വിചാരിച്ചത്. ആര്? വിഷ്ണുവോ? ആ, അവൻ തന്നെ. എന്താ കാര്യം? അപ്പോ അതാണ് സംഗതി. ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ജോലിക്ക് ആളെ വെച്ച ഇതാണ് കുഴപ്പം. ഈ ചുറ്റുപാടിൽ ഷീബ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. വരൂ, ആലോചിക്കണ്ട. കമാ.
എന്താ ഇവിടെ? പറയാം. പ്ലീസ് കം. വരൂ, ഇരിക്കൂ. ഈ സ്ഥലം വളരെ സേഫാണ്. നോ, ഐ വാണ്ട് ടു ഗോ. എനിക്കിപ്പോ തന്നെ പോലീസ് കമ്മീഷണറെ കാണണം. കാണാം, ഇപ്പോഴിരിക്കും. അതിനു മുമ്പ് എനിക്ക് തന്റെ കൂടെ അല്പം പണിയുണ്ട്. വിഷ്ണു, യു വിഷ്ണു എന്റെ ആളാ. മാഡം ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഇതാ ഒരു സിഗരറ്റ്. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. പറയാം, അതിനാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലേ വിഷ്ണു? ഇതെല്ലാം എന്താണെന്നറിയോ? ഡോക്യുമെന്റ്സ്, ബാങ്ക് അഗ്രിമെന്റ്സ്, അങ്ങനെ പലതും. എന്തിനാണെന്ന് വെച്ചാൽ കമ്പനിയുടെ ചെയർമാൻഷിപ്പ് എനിക്ക് ഒഴിഞ്ഞു തന്നതായിട്ടും ബാങ്ക് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള പവർ ഓഫ് അറ്റോർണിയും തന്റെ പേരിലുള്ള ഷീബ മിൽസിന്റെ മേജർ ഷെയർസ് എല്ലാം എന്റെ പേരിൽ മാറ്റിയതായിട്ടുള്ള ഡോക്യുമെന്റ്സും, അങ്ങനെ പലതും പലതും. ഇതിലൊക്കെ താൻ ഒപ്പിടണം. ഒപ്പിട്ടേ പറ്റൂ. അത് കഴിഞ്ഞാൽ താൻ കുറച്ചു നാളത്തേക്ക് ഞങ്ങളുടെ കസ്റ്റഡിയിൽ അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ഒരു വിദേശ പര്യടനത്തിന് പോയതായി ഞങ്ങൾ പബ്ലിസിറ്റി കൊടുത്തോളാം. അങ്ങനെ ഭംഗിയായി ഈ സംഗതികളൊക്കെ നടന്നാൽ തനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഞങ്ങൾ ഒരു ശല്യവും ചെയ്യില്ല. എന്തു പറയുന്നു? നിന്റെ ഡാഡി കാരണമാണ് എന്റെ ഡാഡി സൂയിസൈഡ് ചെയ്തത്. അന്ന് മുതലേ ഞാനിട്ട പ്ലാനാണ് ഇതെല്ലാം. ഇപ്പോ മാഡത്തിന് ശരിക്കും ടെൻഷനായി. ഒരു സിഗരറ്റ് കൊടു. സിഗരറ്റ് വേണ്ട? വേണ്ട. പക്ഷേ മര്യാദയ്ക്ക് ഇതിലെല്ലാം സഹായം ചെയ്തില്ലെങ്കിലേ പൂ പോലുള്ള ഈ ശരീരം കത്തിക്കരിയും. So that's it. ഇതാ, ഇത് വെച്ചോളൂ. നിന്റെ പണി കഴിഞ്ഞു. ഇതെന്താ സാറേ? നിന്റെ കൂലി. ഇത് പോരല്ലോ സാറേ. ഷീബ മിൽസിന്റെ ചെയർമാൻഷിപ്പും മേജർ ഷെയറും ബാങ്ക് ഡെപ്പോസിറ്റും അങ്ങനെ പലതും പലതും കിട്ടുമല്ലേ? അപ്പൊ എനിക്കിത് നാക്ക് പിടിക്കാനാ? എന്ന് Come on, tell me. നിനക്ക് എത്ര വേണം? 1 lakh? 5 lakhs? 15 lakhs. ഒരു 15 ലക്ഷമെങ്കിലും എനിക്ക് കിട്ടണം സാറേ. നിന്റെ ആഗ്രഹം കൊള്ളാമല്ലോടാ. സാറേ, ഇതുവരെ നമ്മൾ രണ്ടുപേരും കൂടി മാഡത്തിന് ഗോളടിച്ചു. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഗോളടിക്കാൻ പോവാ. സാറിന്. വിഷ്ണു, ആ ബാഗ് അവിടേക്ക്. ഞാൻ ചോദിച്ച പണം കിട്ടിയാലേ ബാഗ് തരൂ. ആഹാ, അല്ലാതെ നീ ബാഗ് തരില്ല? ഇല്ല. മാർട്ടിൻ,
വെള്ളം വെള്ളം ഇപ്പോ എങ്ങനുണ്ടടാ എന്റെ കൂടെ? ഇപ്പോ ഞാനടിച്ച ഗോള് എങ്ങനെയുണ്ട് സാറേ? സർ ഞാൻ അറിയാം, ജഗന്നാഥൻ മർഡറിന്റെ മാസ്റ്റർ ബ്രെയിൻ അല്ലടാ? കമ്പനിയിൽ നിന്ന് ഭീമമായ തുക നീ വെട്ടിച്ചു. അത് മറച്ചു വെക്കാൻ ജഗന്നാഥനെ നീ കൊല്ലിച്ചു. പിന്നെ ചെയർമാനാകാനുള്ള നിന്റെ വ്യാമോഹം. എടാ നായെ, ക്രൂസിനെയും നീ കൊല്ലിച്ചു. ഇപ്പൊ കിഡ്നാപ്പിങ്ങോ അതോ കൊല്ലാനുള്ള ശ്രമമോ? ഇതൊക്കെ ഞാനാ ചെയ്തതെന്ന് എന്താ തെളിവ്? തെളിവ് തെളിവ് നീ വെച്ച വാടക കൊണ്ട എല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞു. Take them. Arrest him also. Wait.
ഷീബ വിചാരിച്ചു വിഷ്ണുവിനെ ഫിക്സ് ചെയ്തത് ഷീബയാണ്. മഹേഷ് വിചാരിച്ചു അവന്റെ ആളാണ് വിഷ്ണുവാണ്. എന്നാൽ ഇത് രണ്ടുമല്ല. ഇവനെ അയച്ചത് ഞാനാണ്. ഇവന്റെ ജോലി ഇവൻ കൃത്യമായി ചെയ്തു. താങ്ക് യു വിഷ്ണു. സർ, ഇത് ഒന്നും മനഃപൂർവ്വമല്ല. ഐ എം സോറി മാഡം. മാഡം അല്ല, ചേച്ചി. ഓക്കെ.